ഹൗ ഐ ലവ് യുവർ ലോ. നിൻ്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം. സങ്കീർത്തനം 119 ഏകദേശം 197 തൊട്ട് 105 വരെയുള്ള വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. ഞാൻ ഈ സമയങ്ങളിലെല്ലാം എടുക്കുന്ന ദൈവത്തിൻ്റെ വചനത്തോടുള്ള സ്നേഹം. ദൈവവചനം 119 സങ്കീർത്തനം മുഴുവനും ദൈവവചനം. എന്നെ ജനിപ്പിക്കണമേ, എന്നെ വീണ്ടും ജീവിപ്പിക്കണമേ, എനിക്ക് ജീവൻ തരണമേ, ഇങ്ങനെയുള്ള അർത്ഥത്തിലുള്ള വാക്യങ്ങളാണ് ഈ 119 ഏകദേശം എത്ര വാക്യങ്ങളുണ്ട്? 119 176 വാക്യങ്ങളുണ്ട്. 176 വാക്യം കഴിഞ്ഞ സെഷനിൽ ഞാൻ ഇട്ടതായിട്ട് ഓർക്കുന്നുണ്ട്. കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു, അടിയനെ അന്വേഷിക്കണമേ, നിൻ്റെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല. നമ്മൾ കാണാതെ പോയ ആടിൻ്റെ കരച്ചിലാണ് 119 മുഴുവനും. എന്നെ ജീവിപ്പിക്കണമേ, ദൈവത്തിൻ്റെ വചനം എന്നെ ജീവിപ്പിക്കുകയാണ്. അപ്പോൾ ഈ 119 സങ്കീർത്തനം സമയമെടുത്ത് നമ്മൾ കുറേശ്ശെയായിട്ട് വായിക്കാമെങ്കിൽ അത് നമുക്ക് പ്രയോജനപ്പെടും. പലപ്പോഴും ആദ്യം നമുക്ക് മനസ്സിലാകത്തില്ലെങ്കിലും ടേക്ക് ഇറ്റ് ആൻ എഫേർട്ട്. നമ്മൾ തന്നെ ഇരിക്കുമ്പം ഈ 119 ഞാൻ ഒരാഴ്ച കൊണ്ട് വായിക്കുമെന്നൊന്ന് മനസ്സുകൊണ്ട് വിചാരിച്ച് ഗോഡ് വിൽ സ്റ്റാർട്ട് സ്പീക്കിംഗ് ടു യു. ഞാൻ പറയുന്നത്, നമ്മളൊരാളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നു എങ്കിൽ അവരെ പ്രീതിപ്പെടുത്താൻ നമ്മൾ എന്തെല്ലാം ചെയ്ത് കാണിച്ചു വെക്കും. എന്നിട്ട് അതോട്ട് പ്രയോജനമില്ല പലപ്പോഴും. പക്ഷേ ചിലർക്കുണ്ട്. എന്താണേലും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനെ പ്രീതിപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം അവൻ്റെ വചനം വായിച്ചുകൊണ്ടിരിക്കുക. കോൺഷ്യസ് ആയിട്ട് ചുമ്മാ വായിക്കുന്നില്ല. ഇപ്പം ചിലർ നമ്പർ കൂട്ടം, ഞാൻ 5 പ്രാവശ്യം വായിച്ചു, 10 പ്രാവശ്യം, അതിനകത്ത് അത് ഒരു കണക്കിൽ നല്ല, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വായിക്കുന്നത് വേർഡ് ഫോർ വേർഡായിട്ട് മെഡിറ്റേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ദിവസങ്ങളെല്ലാം ഞങ്ങൾ വചനം എടുത്ത് ക്ലാസ് എടുക്കുന്നു. എനിക്ക് ടെലിഫോണിൽ കൂടെ ബൈബിൾ ക്ലാസ് ഉണ്ട്. നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ കാണുന്നത്, നമ്മൾ ഈ വചനം ഇങ്ങനെ ഈ ദൈവത്തിൻ്റെ വചനത്തോടുള്ള സ്നേഹം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് പഠിപ്പിക്കുമ്പോഴെല്ലാം വചനം മേളിൽ നിന്ന് ഇങ്ങനെ ലെറ്ററായിട്ട് ഇങ്ങനെ നമ്മുടെ മേലോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നന്മയുള്ളതായിട്ടല്ല അകത്തോട്ടും ബാക്കിയുള്ളത് തെറിച്ചു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം കർത്താവിൻ്റെ വചനം ആരെങ്കിലും പറയാതെ ഇതൊന്നും നടക്കത്തില്ല. എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു കൊച്ചുകുട്ടി, അതിൻ്റെ അപ്പൻ കുത്തിയിരുന്ന് വചനം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അപ്പൻ പറഞ്ഞു, നൗ യു ഡു വൺ തിങ്, യു സ്റ്റാർട്ട് യുവർ ഓൺ പ്രെയർ, ഐ വിൽ ബി ഔട്ട് സൈഡ്. അപ്പോൾ ഷീ സെഡ് ഓക്കെ, ഞാൻ തന്നെ പ്രാർത്ഥിക്കും. അപ്പം 2 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പൻ 2 ദിവസവും ചെക്ക് ചെയ്തപ്പം ഇവള് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് മുട്ടുകുത്തി, കൊച്ചുകുട്ടിയാണ്, 4 വയസ്സ് കാണുമായിരിക്കും. ആ കുട്ടി മുട്ടുകുത്തി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കട്ടിലിൻ്റെ സൈഡിൽ അങ്ങനെ മുഴുവൻ നേരം ABCD ചൊല്ലിക്കൊണ്ടിരിക്കുക. അവൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പൻ വന്ന് ചോദിച്ചു, മോളെ ഇങ്ങനെയാണോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച്, ഇതാണോ? അപ്പോൾ ആ കുട്ടി തിരിച്ചു പറഞ്ഞത്, അല്ല, ആൽഫബറ്റ്സ് എല്ലാം എനിക്കറിയാം, ഞാനതങ്ങോട്ട് യേശുവിന് കൊടുക്കും, അപ്പച്ചന് ഇഷ്ടം പോലെ അത് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കാമെന്ന്. ഇറ്റ്സ് വൺ തിങ്, വെരി സിമ്പിൾ ഫെയ്ത്ത്, ഇല്ലേ? നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ വചനം എല്ലാം മനസ്സിലാകുന്നില്ല, ബട്ട് വി ആർ റീഡിങ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. അത് നമ്മൾ കർത്താവിന് തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് ദൈവം തമ്പുരാൻ അത് നമുക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ പറഞ്ഞു തരും. സങ്കീർത്തനം 119 105 വാക്യം എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. നിൻ്റെ വചനം എൻ്റെ കാലുകൾക്ക് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നമ്മുടെ കാലുകൾക്ക് ദീപം കാണണം, മനസ്സുകൊണ്ട് കാണണം. യേശുക്രിസ്തു നമ്മുടെ മുമ്പിൽ നിന്നിട്ട് ഒരു വലിയ വിളക്ക് കയ്യിൽ, ഇപ്പോഴത്തെ കാണുന്ന ഹീലിയം ലൈറ്റൊന്നും അല്ല, വെറും ഒരു പണ്ടത്തെ റാന്തൽ വിളക്ക് പോലെ ഒരെണ്ണം പിടിച്ചിട്ട് കർത്താവ് നമ്മുടെ മുമ്പിൽ നിൽക്കുക. ബിക്കോസ് ആവശ്യത്തിനുള്ള വെട്ടമേ നമ്മൾ ഈ ഇരുട്ട് പിടിച്ച ലോകത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അറിയാൻ വയ്യാത്തപ്പം അപ്പച്ചൻ പേഴ്സണലായിട്ട് വന്ന് നമുക്ക് ആ വെട്ടം കാണിച്ചു തരും. ഇറ്റ്സ് നോട്ട് ഫോർ എവ്രിബഡി, ആവശ്യമുള്ളവർക്ക് അത് കാണിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഈ വചനം എടുക്കുമ്പോഴെല്ലാം ദർശനം അല്ലെങ്കിൽ ആത്മാവിൻ്റെ പിക്ചർ ഞങ്ങളുടെ മുമ്പിലേക്ക് ദൈവം തരുന്നത്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വചനങ്ങൾ അങ്ങോട്ട് അയക്കുന്നത്. 97 തൊട്ടുള്ള വാക്യം വായിക്കാണ്. നിൻ്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയമാണ്, ഇടവിടാതെ ഞാൻ അത് ധ്യാനിക്കുന്നു. നമ്മളത് എപ്പോഴും ഇങ്ങനെ മനസ്സുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. നിൻ്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. ശത്രുക്കളുടെ മുമ്പിൽ നമ്മൾ തോക്കത്തില്ല. കാരണം അവരെക്കാട്ടിയുള്ള ഒരു ഇന്നർ ബുദ്ധി നമുക്ക് ദൈവം ഇട്ട് തന്നിട്ട് കറക്റ്റ് ടൈമിൽ അത് തോറ്റു എന്ന് വിചാരിക്കുന്നിടത്തും പിന്നെ പൊക്കിക്കൊണ്ടുവരുന്ന കാണാം.
അവ എപ്പോഴും എൻ്റെ പക്കലുണ്ട്. ഞാനത് മാറിയിട്ട് നടക്കുന്നില്ല. നിൻ്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കുന്നു. ഞാനിങ്ങനെ നീ പറയുന്ന കാര്യങ്ങൾ നീ ചെയ്ത് നേടിയെടുത്തിട്ടുള്ള സാക്ഷ്യങ്ങൾ എനിക്ക് എപ്പോഴും, കാരണം നമുക്കൊരു പ്രയാസം വരുമ്പോൾ പണ്ട് കാലങ്ങൾ ഇതേപോലെ സാഹചര്യത്തിൽ ഇന്ന് ചെയ്തു, ഇതിലും വലിയ പ്രയാസത്തിൽ അങ്ങനെ പറഞ്ഞ് ഓരോ സ്ത്രീകൾ എന്നെ വിളിച്ചു പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം വലുതാണ്. എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. എന്നെ പഠിപ്പിക്കുന്നവരെക്കാട്ടിലും ബുദ്ധിയുള്ളവനായി. കാരണം ഞാൻ വചനത്തിനകത്താണ് നിൽക്കുന്നത്. എൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കാൻ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയിരിക്കുന്നു. പ്രായം ചെന്നവർക്ക് വിവേകം ഉണ്ടാകുന്നതാണ് വേദോസ്തം ചിന്തിക്കുന്നത്, അങ്ങനെയാണ് പറയുന്നതും. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് പ്രായമുള്ളവർക്ക് ബുദ്ധിയുണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ടാമതൊന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാവുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ അമ്മയെ കാണാനായിട്ട് അവധിക്ക് വരികയാണ്. രണ്ടാനമ്മയാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡ് കൂടെ പോയിരുന്നു. അപ്പോൾ ഹസ്ബൻഡിനോട് പുള്ളിക്കാരൻ പറഞ്ഞു, അല്ല നോക്കിക്കോണേ, ഞാനിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അമ്മ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അമ്മ ആദ്യം നിന്ന് മാറത്തില്ല എന്നെ കണ്ടാലെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ ചോദിച്ചത് അതൊരിക്കലും ശരിയാകത്തില്ല, കാരണം പുറത്തുനിന്ന് ഒരു മകൻ വരുന്നതല്ലേ, എന്നാൽ അതിന് സ്റ്റെപ്പ് മദർ സണ്ണാണെങ്കിൽ. അതേപോലെ തന്നെ ഈ അമ്മ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയും കൊച്ചുമോനും കൂടെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ഈ മകനെ കയറി ചെല്ലുന്നു. നീ വന്നോ മോനെ എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നിട്ട് ഈ സീരിയലൊന്ന് കഴിഞ്ഞോട്ടെ എന്നിട്ട് മിണ്ടാന്ന്. വാട്ട് സോർട്ട് ഓഫ് റിയാക്ഷൻ? അത് ഞാൻ പറയുന്നത്, നമുക്കിതൊന്നും മനസ്സിലാണ്. നമുക്ക് ശരിയാണ്, സ്റ്റെപ്പ് മദറായിട്ടായിട്ടൊന്നും അതല്ല, സ്വന്തം മക്കൾക്കും അമ്മയ്ക്കും അപ്പനും ഒക്കെ ഇതൊരു ഹരമായിട്ട് മാറുന്ന ഒരു കാലമായി മാറിയിരിക്കുക. ഇതൊക്കെ മാറേണ്ടിയിരിക്കുന്നു, തീർത്തും മാറണം. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ അടുത്ത തലമുറകൾക്ക് നിങ്ങൾ നല്ല വിത്ത് അല്ല ഇടുന്നത്. നമ്മൾ കാണത്തില്ലായിരിക്കും കണ്ണുകൊണ്ട്, പക്ഷെ സ്വർഗത്തിൽ നിന്ന് നമ്മൾ അവിടെ ചെന്നിട്ട് ഒന്നും ചെയ്യാൻ വയ്യാത്ത ഗതികേടാകരുത്. ഇപ്പോൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ചെയ്യുക, ആഹ്വാനം ചെയ്യാണ്. നിൻ്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്നും കാല് വിലക്കുന്നു. നമ്മൾ ആവശ്യമില്ലാത്തത് കാണുകയോ എടുക്കുകയോ പറയുകയോ ചെയ്യണ്ട. വിലക്കലുണ്ട് ഇവിടെ. നീ എന്നെ ഉപദേശിച്ചിരിക്കയാൽ ഞാൻ നിൻ്റെ വിധികളെ വിട്ടുമാറിയില്ല. ദൈവത്തിൻ്റെ ഉപദേശം ദിനം പ്രതി വന്നു. ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരു കാര്യം പറഞ്ഞ് അനുസരിച്ചില്ലേ അപ്പച്ചൻ അടുത്ത് പറയില്ല. മോശയോട് വടിയെടുത്ത് താഴെ ഇടാൻ പറഞ്ഞു. ആ വടി കയ്യിൽ നിന്ന് താഴെ ഇട്ടില്ലായിരുന്നു എങ്കിൽ ബാക്കി ഒരു അതിശയവും നടക്കത്തില്ല. അപ്പോൾ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത കാണിച്ചു കഴിയുമ്പോൾ അടുത്ത പടിയിലോട്ട് കയറത്തുള്ളൂ. അത് പലപ്പോഴും വിശ്വാസത്തിൽ ഈ പ്രത്യാശ നഷ്ടപ്പെടരുത്. അതായത് ഒരു ഹോപ്പുണ്ട്, എൻ്റെ ദൈവം എന്നെ ഇത്ര കഷ്ടം വന്നാലും എൻ്റെ ദൈവം എന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ. പിന്നെ ഞാനൊരു സത്യം നോട്ട് ചെയ്യുന്നത്, പല മക്കളും ഈ കള്ളു കുടിക്കും, അല്ലെ ദുഷ്ടത ചെയ്യും, അപ്പൻ കള്ളു കുടിക്കും, കൊച്ചുമകൻ കള്ളു കുടിക്കും, അങ്ങനെയൊക്കെ ഉള്ളവർ എന്നെ വിളിക്കാറുണ്ട്. എനിക്ക് കേൾക്കുമ്പോൾ സങ്കടമാണ്. അപ്പോൾ ഈ ഗ്രാൻഡ് മദർ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത് അവരെ അങ്ങോട്ട് ക്രൂശ വെച്ച് അങ്ങോട്ട് തറയ്ക്കുകയാണ്. കാരണം അവർക്ക് ആരോടും പറയാനില്ല. മകനും ശരിയല്ല, കൊച്ചുമോനും ശരിയല്ല, പിന്നെ ജീവിക്കാനും. പക്ഷെ എന്നാലും അവർ ആ മക്കൾക്ക് വേണ്ടി ക്രൂശ് വഹിക്കുകയാണ്. ഇറ്റ്സ് ക്രൂസിഫൈങ് എവറി ഡേ. അപ്പോൾ എന്നെ വിളിച്ച് വരുമ്പോൾ ഞാൻ പറയും, ഉറച്ച് നിൽക്കുക, മാറിപ്പോകല്ലേ, ഉറച്ച് നിൽക്കുകയെന്ന് ഞാൻ പറയും. ഒരൊറ്റ വാക്കിലാണ് പലപ്പോഴും ഒരു മാസങ്ങളോളം നിൽക്കുന്നത്. ഉറച്ച് നിൽക്കുക, കാരണം വചനം ശക്തമായിട്ട് നമുക്ക് അനുകൂലം. ഈ താഴോട്ട് പോയിന്ന് അതുപോലൊരു ഉയർച്ചയുണ്ട്, വെയിറ്റ് ചെയ്യുക. ഞാനതിനെ പറഞ്ഞു കൊടുത്തു. സെൻറ്റ് അഗസ്റ്റിൻ്റെ അമ്മ 30 വർഷം പ്രാർത്ഥിച്ചിട്ട് അവനെ വിശുദ്ധനാക്കി എടുത്തെങ്കിൽ നമുക്കും സാധിക്കും, ധൈര്യമായിട്ടിരിക്കുകയെന്ന് പറയും. ആ ഒരു കാര്യം നമ്മൾ അന്യോന്യം ബലപ്പെടുത്തുകയാണ്. നീ എന്നെ ഉപദേശിച്ചിരിക്കാൻ ഞാൻ നിൻ്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല. തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായിക്ക് തേനിലും നല്ലത്. കണ്ടോ, നമുക്ക് താൻ തന്നിരിക്കുന്ന വചനം അത് തേനിലും തേൻകട്ടയിലും മനോഹരമെന്ന് കഴിഞ്ഞ ദിവസം 19-ാം സങ്കീർത്തനത്തിൽ പഠിപ്പിച്ചു. അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇവിടെ 119 വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നതാണ്. ഇത് നമ്മളിത് അനുഭവിക്കണമെന്നും ഇതെൻ്റെ സന്നിധിയിലുണ്ടെന്നും എനിക്കിതെടുത്ത് ഉപയോഗിക്കാനെന്നുള്ളത്, ഇത് ഞാൻ ചെയ്യുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം നമ്മൾ വിളിച്ചു പറയാൻ തയ്യാറാകണം. അതാണ് എൻ്റെ ജോലി. ഇപ്പം പലർക്കും എന്താണ് ജോലി എന്ന് വെച്ചാൽ നമ്മളെല്ലാം പറയാം ലോയറാണ്. ഇപ്പോഴും ഞാൻ ചിലപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ ലോയറാണ്. അറിയാൻ വയ്യാത്തവരോട് ചിലപ്പം പറയുകയും ചെയ്യും. അല്ലെ ഒരു ടീച്ചറാണ്, അല്ലെ ഒരു ഡോക്ടറാണ്, ഇതൊക്കെ, അല്ലെ ഒരു എൻജിനീയർ, ഇതൊക്കെ നമ്മൾ പറയും. അല്ലെ നേഴ്സാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇതെല്ലാം പറയുമ്പം അതിൻ്റെ പുറകിൽ എന്നെ നടത്തുന്ന ദൈവത്തിൻ്റെ ഒരു സുവിശേഷകനാണ് ഞാൻ, അവന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഇടയ്ക്കെങ്കിലും ഒന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് ദൈവം ഉണ്ടാക്കി തരണം. അത് തന്നിട്ടുണ്ട്, എടുത്തുപയോഗിക്കുക. നിൻ്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു, അതുകൊണ്ട് ഞാൻ സകല വ്യാജ്യമാർഗവും വെറുക്കുന്നു. സകല വ്യാജ്യവും വെറുക്കണമെങ്കിൽ അവൻ്റെ പ്രമാണം, എൻ്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്തോ ആധാരമല്ലേ? എത്ര ഇടത്തായി നിൻ്റെ വചനം എനിക്ക് ആധാരമാകുന്നു, നീ എനിക്ക് ഉറവയാകുന്നു, നീയാണ് എൻ്റെ ആധാരം. ഈ ആധാരം എന്ന് പറയുന്നത് എന്തുവാ?
നമുക്ക് ടൈറ്റിൽ ഡീഡാണ്. ആധാരം എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇത് വായിക്കാതെ നമ്മുടെ വീട്ടിൽ നമുക്ക് കുറേ സ്വത്തുണ്ടെങ്കിൽ, ആധാരം ഉണ്ടെങ്കിൽ ആധാരത്തിൽ എടുത്തെടുത്ത് ഇറക്കി വായിച്ചിട്ട് എവിടെയാണ് എൻ്റെ അതിരെന്ന് മനസ്സിലാക്കി ഇടയ്ക്കിടയ്ക്ക് അതിലിവിടെ നടന്നില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം വല്ലവരും എല്ലാം അതിനകത്ത് കയറി അതിലെടുത്തുകൊണ്ട് പോകും. എക്സാക്ട്ലി ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മൾ വചനം തന്നിരിക്കുന്ന അധികാരം എടുത്ത് ഉപയോഗിച്ചിട്ട് പഠിക്കുക, തലമുറകൾക്ക് പാസ് ഓൺ ചെയ്യുക, ദൈവത്തിന് വേണ്ടി നിൽക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നിൻ്റെ വചനം എൻ്റെ കാലുകൾക്ക് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. കർത്താവ് കാലുകൾക്ക് ദീപം തരുന്നുള്ളൂ. കർത്താവ് അടുത്ത കാൽപാത എങ്ങനെ വെക്കണം, എങ്ങോട്ട് പോകണം എന്നറിയാൻ വയ്യാത്തപ്പം ചിലപ്പോൾ ഞങ്ങളുടെ തൊട്ട് മുമ്പിൽ പാമ്പിൻ്റെയും തേളിൻ്റെയും പ്രവർത്തനം കാണും. പക്ഷേ വെട്ടം കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങളതിനെ ചവിട്ടൂല. അന്ന് വെട്ടമുള്ളിടത്ത് നിൽക്കത്തുമില്ല. അങ്ങനെ നീ അന്നന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മുമ്പിൽ ആ ദീപം പിടിച്ച് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വിശ്വസ്ത ദൈവം, വിശ്വസ്ത പിതാവ്, നമ്മുടെ മൂത്ത സഹോദരൻ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കൂട്ടുകാരൻ, നമുക്ക് വേണ്ടി ജീവൻ തന്ന ക്രിസ്തു, ദൈവത്തിൻ്റെ പുത്രൻ, ഇത്രയൊക്കെ ഭാഗ്യപദവി ഞങ്ങൾക്ക് തന്നിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ പോലും ഞങ്ങൾക്ക് കഴിവില്ല. കർത്താവേ, പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ഞങ്ങൾ നിന്നോട് ചോദിക്കുന്ന അഭിഷ, ഞങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പോകുമ്പോഴും നിൻ്റെ സാന്നിധ്യമുണ്ടെന്നുള്ള ബോധം ഞങ്ങളുടെ ഉള്ളിൽ നിറച്ചു തന്നിട്ട് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട സാന്നിധ്യം മറ്റുള്ളവർ കൂടെ കൊടുത്ത് അവരും യേശുവിൻ്റെ സമാധാനത്തിലേക്ക് കടന്നു വരാൻ ഇടയാക്കണമേ. ഒരു ദുഃഖങ്ങളും ഒരു ഭാരങ്ങളും നമ്മുടെ അകത്തോട്ട് കയറി ഞങ്ങളെ ആകുല ചിന്തപ്പെടുത്തി ഇല്ലാതാക്കാൻ അനുവദിക്കല്ല. പക്ഷേ പുറമേ വരുന്ന ഭാരങ്ങളെല്ലാം പ്രാണനാകത്തോട്ട് കയറ്റി വിടാതെ പുറമേ ഉള്ളത് നിന്നിലേക്ക് തിരിച്ചു തന്നിട്ട് കർത്താവേ, ക്രൂശിന്മേൽ അവിടുന്ന് ജയമെടുത്തെന്ന് പറയാൻ ഞങ്ങളെ പഠിപ്പിക്കണം. നമ്മുടെ തലമുറകളിലുള്ള ബലഹീനതകൾ, അവരുടെ ചെറുപ്രായത്തിൽ അവർ ഗോയിങ് ത്രൂ ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ്, കർത്താവ് അവർ ലോകത്തിൻ്റെ ഭാരങ്ങളിൽ എങ്ങനെ ഒരു സമ്പാദ്യം ഉണ്ടാക്കണം, എങ്ങനെ കുടുംബം ഒന്നിച്ചു നിർത്തണം, എങ്ങനെ ഞങ്ങളെ കുടുംബത്തിലെ മക്കളെ ശരിയായിട്ട് വളർത്തണം, എങ്ങനെ മറ്റുള്ളവർ ഉപദ്രവിക്കാതെ സൂക്ഷിക്കണം, ഇങ്ങനെയൊക്കെയുള്ള പല ചിന്തകൾ വരുമ്പം കർത്താവേ, നിൻ്റെ ശാശ്വതമായ ഭുജം, നിൻ്റെ വചനത്തിൻ്റെ വേലി കെട്ടി ഞങ്ങളെ അങ്ങോട്ട് അയക്കുന്നു. അവർക്ക് വേലി കെട്ടിക്കൊടുത്താട്ടോ പച്ച, നേർവഴിക്ക് നീ കൊണ്ടുവരുന്നതിന് സ്തോത്രം. നേർവഴി മുള്ളുംപറക്കാരെ എല്ലാം പറിച്ചു കളഞ്ഞ് ദൂരെ കളഞ്ഞ് നേർവഴിയാക്കി കുഞ്ഞുങ്ങൾ അതിലൂടെ കടന്നു വരുന്നതിന് സ്തോത്രം. അവിടുന്ന് കൈക്ക് പിടിച്ചവരെ കൊണ്ടുവരുന്നതിന് സ്തോത്രം. വചനം അയച്ചിരിക്കുന്നു, വചനത്തിന് ഉത്തരം പ്രവർത്തിക്കാതെ തിരിച്ചു വരത്തില്ല. അതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, നിന്നിൽ ആശ്രയിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങളെയും തലമുറകളെ അനുഗ്രഹിക്കാൻ ഓടി വന്നതിന് സ്തോത്രം. അനുഗ്രഹിച്ചിരിക്കുന്നതിനാലും നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.